ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മളെ നോമ്പ് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള രീതിയിൽ. അപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു, എക്സാം ഇല്ലായിരുന്നു കേട്ടോ. 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്, അന്ന് എക്സാം ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ രാവിലെ ഇടത്തരം കഴിക്കാനായിട്ട് എണീച്ചു കേട്ടോ. ഒരട്ടി ഇറച്ചിക്കറിയുമായിരുന്നു, പിന്നെ ചായ ഉണ്ടായിരുന്നു. അങ്ങനെ ഇടത്താഴമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആയപ്പോഴാണ് കേട്ടോ പിന്നെ വീഡിയോ എടുത്തത്. ആ സമയമൊക്കെ ഞാൻ ഫോൺ കണ്ടുകൊണ്ടൊക്കെ കിടക്കുമായിരുന്നു, വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ സമയം വീഡിയോ എടുത്തില്ലായിരുന്നു. എനിക്ക് ഒപ്പിക്കായിരുന്നു കേട്ടോ നോമ്പുണ്ടായിരുന്നത്. ദിലു ആണെങ്കിൽ ദിലു ഡാൻസിങ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഉമ്മയും ദിലുവും ഡാൻസിങ് ക്ലാസ്സിന് പോയി. പിന്നെ ഞാനാണെങ്കിൽ മന്തി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മിൻഹ വന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മിൻഹായും പിടിച്ചെടുത്ത് വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ മന്തി ഉണ്ടാക്കാൻ പ്രിപ്പറേഷൻസിലായിരുന്നു ഞാൻ. അവിടെ അരമണിക്കൂറത്തേക്ക് ഇറച്ചി മസാല പിടിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ അരമണിക്കൂർ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മസാലയൊക്കെ പിടിച്ച് വന്ന് മസാലയായിട്ട് കുറച്ച് സ്പൈസസും മാഗി ക്യൂബൊക്കെ ആയിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മന്തി ഉണ്ടാക്കുന്ന വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ ക്യാപ്സിക്കം അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് എണ്ണയും ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ ഇളക്കണം. അതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം എല്ലാം കൂടെ അതിനകത്തോട്ട് തട്ടി കൊടുക്കുക, ഇട്ട് ഇളക്കുക. അപ്പം ഞാൻ അവിടെ നിന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്ക് മിനിഹായിരുന്നു കേട്ടോ വോയിസ് ഓവർ എന്നുള്ള പോലെ അവിടെ നിന്ന് ഓരോന്ന് പറയുന്നത്. മാഗി ക്യൂബാണ് നമ്മൾ എടുത്തിട്ട് കൊടുക്കുന്നത്. മാഗി ക്യൂബാണ് ഇടേണ്ടത്. മാഗി ക്യൂബ് തീർന്നുകൊണ്ട് തന്നെ ചിക്കൻ ക്യൂബാണ്. ചിക്കൻ ക്യൂബിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഇതിൽ കുറച്ചിട്ടാൽ മതി. ഇനി നമുക്ക് നമ്മൾ എടുക്കുന്ന അരിക്ക് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. നമ്മളിതിൽ ഉണക്കനാരങ്ങയാണ് ഇടേണ്ടത്. ഉണക്കനാരങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ് കേട്ടോ. പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് അരിയൊക്കെ ഇട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. വെന്ത് ഊറ്റി മാറ്റി വെച്ച്. അപ്പോൾ ആ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ നേരത്തെ അരമണിക്കൂറത്തേക്ക് മാറ്റി വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചെടുക്കുക. ചെറുതായിട്ട് മുൻ കിടക്കുന്ന ഭാഗത്തിന് ഒഴിച്ചെടുത്താൽ മതി. ഈ പാത്രത്തിൽ തിരിച്ചും മറിച്ച് ഒരു 5 മിനിറ്റ് അടച്ച് വേവിക്കണം. തീ കൂട്ടി വേണം ഇടാൻ കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് അരി ഇട്ടിട്ട് അത് വെന്ത് വരുമ്പോൾ ഊറ്റിയെടുത്ത് മാറ്റി വെക്കണം. പിന്നെ ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഇറച്ചി വെച്ചതിന് ശേഷം അത് 5 മിനിറ്റ് തീ കൂട്ടി വെച്ച് തിരിച്ചും മറിച്ചിട്ട് വേവിക്കണം. അപ്പം ഇച്ചിരി വലിയ പാത്രം എടുക്കണം കേട്ടോ, നമുക്ക് ഇതിൻ്റെ കൂടെ ചോറ് ഇടാനുള്ളതാണ്. അങ്ങനെ അത് ഒരു കുറച്ചൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിരുന്ന അരി എടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ഞാൻ ഇങ്ങനെ തട്ടിയിട്ടവിടെ മൊത്തം തന്നെ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടാം, അതായിരിക്കും നല്ലത്. നമുക്ക് 2-3 മുളകുകൾ ഇങ്ങനെ കുത്തി വെക്കാം. മഞ്ഞപ്പൊടിയിൽ കുറച്ച് വെള്ളമൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. 2-3 മുളകൊക്കെ അതിൻ്റെ മണ്ടയിൽ കുത്തി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു കളറിന് വേണ്ടി വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് അതിനകത്ത് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മന്തി റെഡിയായി. അപ്പം ഞാനവിടെ പിന്നെ സന്ധ്യയ്ക്കായിരുന്നു കേട്ടോ, ഒരു 6 മണിക്കായിരുന്നു അപ്പം തന്നെ. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഉമ്മയും ദിലുവൊക്കെ ഡാൻസിങ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന്. പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കാനുള്ള പ്രിപ്പറേഷൻസിലൊക്കെ ആയിരുന്നു. ജ്യൂസ് അടിക്കലും ഫ്രൂട്ട്സ് കട്ടികളൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ കഞ്ഞിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പള്ളിയിൽ നിന്ന്. പിന്നെ ഞാൻ ടൊമാറ്റോ സോസിന് മയോണൈസും തക്കാളി സോസും ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഫ്രൂട്ട്സും കഞ്ഞിയും ജ്യൂസും ഏത്തയ്ക്കാപ്പവും മന്തിയും പിന്നെ സോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് നോമ്പ് തുറക്കാനായിട്ട്. മന്തിയൊക്കെ ഞങ്ങൾ രാത്രിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് എടുത്ത് വെച്ചിരുന്ന. അങ്ങനെ നോമ്പ് തുറക്കുന്നതിൻ്റെ ധൃതിയിൽ ആ സമയം വലിയ വീഡിയോ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് വലിയ വീഡിയോ ഒന്നും എടുത്തില്ല, നോമ്പ് തുറച്ചതിൻ്റെ ക്ഷീണത്തിലായിരുന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.